സതീശൻ നയിക്കുന്ന പൊതുയോഗി യാത്രയ്ക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. KSRTC സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ചാലിക്കടവ് പാലം റോയൽ ജംഗ്ഷനിൽ സമാപിച്ചു. ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ എത്തിച്ചേരുന്ന VD സതീശൻ നയിക്കുന്ന പൊതുയോഗി യാത്രയ്ക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. KSRTC സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരികയും നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുകയും നമ്മുടെ കൗമാരക്കാരെ വീണ്ടെടുക്കുകയും യൗവനയുക്തരായിട്ടുള്ള യുവജനങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയൊരു സന്ദേശവുമായി നമ്മുടെ ആദരണീയനായ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പുതുയുഗ യാത്രയുമായി നമ്മുടെ മൂവാറ്റുപുഴയുടെ മണ്ണിലേക്ക് ഈ 21-ാം തീയതി കടന്നു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലേക്ക് സവിനയം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയും കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണം കൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളെ ആകമാനം താറുമാറാക്കി പിണറായിയുടെ ദുർഭരണത്തിൽ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ലഹരി മരുന്ന് മാഫിയ ഹബ്ബായി മാറി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. കെട്ടിട നികുതിയും ഭൂനികുതിയും 50% വർദ്ധിപ്പിച്ചു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നെഹ്റു പാർക്ക് ചുറ്റി ജാഥ ചാലിക്കടവ് പാലം റോയൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് കാണിക്കുന്നത് ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നൽകിയ സൂചന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ വിജയം UDF നൽകിയ അതേ കേരളത്തിലെ ജനങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ നമുക്ക് വിജയം നൽകിയ അതേ ജനങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് മാത്രമല്ല കഴിഞ്ഞ ഏറെക്കാലമായി കേരളത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനും അവരുടെ പ്രത്യയശാസ്ത്രത്തിനും വലിയ തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയിൽ, സമസ്ത മേഖലയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയ്ക്കും ഒരു മാറ്റമുണ്ടാകണം. പ്രതീക്ഷയില്ലാതെ നാടുവിട്ട് പലായനം ചെയ്യുന്ന യുവാക്കൾക്ക് നാട്ടിൽ നിൽക്കാനുള്ള അവസരമുണ്ടാകണം. തകർന്ന തരിപ്പണമായ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സർക്കാർ ഉണ്ടാകണം. ഇന്ന് അവരുടെ അധ്വാനത്തിന്റെ വില അങ്ങോട്ട് നൽകിയ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ മുടങ്ങിപ്പോയ ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഇവിടെ മയക്കുമരുന്നിന്റെ വ്യാപനമില്ലാതെ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കരുത്തുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കുന്ന ഈ സർക്കാർ നയത്തിന് മാറ്റമുണ്ടാകണം. കടമെടുത്ത് മുടിഞ്ഞ് തകർന്ന സാമ്പത്തിക രംഗത്തിന് പുത്തൻ ഉണർവുണ്ടാകണം. ഇതെല്ലാം ലക്ഷ്യം വെച്ച് ഈ ഒരു പുതിയ കേരളത്തെ കുറിച്ചുള്ള ആശയം ജനങ്ങളോട് പങ്കുവെച്ച് കടന്നു വരുന്ന പുതിയ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിളംബര ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. KA അബ്ദുൾ സലാം, PP എൽദോസ്, സലീം ഹാജി, KM സലീം, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.